27 നവംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലെവൽസ് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ ദിവസം നിഫ്റ്റിയിൽ നമ്മൾ മാർക്കറ്റ് ഞാൻ പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് എന്നൊക്കെ കറക്റ്റായിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൊമെൻറ്റവും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇനീഷ്യലി ഞാൻ പറഞ്ഞൊരു ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു. കറക്റ്റ് 24,309 റേഞ്ചിലാണ്. അവിടെ നിന്ന് താഴേക്ക് നല്ലൊരു മൊമെൻറ്റം തന്നിട്ടുണ്ട്. പിന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്തത് ഈ ഒരു ഏരിയ ആയിരുന്നു. ഇവിടെ നമുക്ക് അപ്പ് സൈഡിലേക്കും ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ട്. രണ്ട് ഏരിയയും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കഴിഞ്ഞ ദിവസം. വീഡിയോ കാണേണ്ടവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഡേയിലുള്ള അതുമല്ല ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒക്കെ ഒരു ലിക്വിഡിറ്റി ഏരിയ, അതായത് ഈ ഒരു ഏരിയൻ്റെ താഴെ പോയിട്ടാണ് വീണ്ടും എക്സാക്ട്ലി മാർക്കറ്റ് റിവേഴ്സിൽ വന്നത്. അതിൽ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലോ ടാപ്പ് ചെയ്ത് ഇനി ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന പ്രതീക്ഷിച്ച സമയത്താണ് മാർക്കറ്റ് റിവേഴ്സിൽ വരുന്നത്. അതായത് ഞാൻ പറഞ്ഞത് ലിക്വിഡിറ്റി ഏരിയ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പ് സൈഡ് ഏരിയ ഡൗൺ സൈഡ് ഏരിയ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റിയിൽ നമുക്ക് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി ഏരിയയാണ്. നിഫ്റ്റിയുടെ 24,336 എന്നുള്ളൊരു റേഞ്ചിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഡേ ഹൈ ഉണ്ട്. ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ഹൈ ഏരിയ ഉണ്ട് 24,350. ഈ രണ്ട് ഏരിയയും അത്യാവശ്യം നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ് മാർക്കറ്റിൽ. ഇനി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരുപാട് താഴെയാണ്. ഇപ്പോൾ തൊട്ടടുത്തായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ മാർക്കറ്റ് അടുത്ത് ഏരിയയിലില്ല. നമുക്ക് എന്ത് ചെയ്യാം, അപ്പ് സൈഡ് മീൻസ് ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡിന് കൂടുതൽ പ്രോബബിലിറ്റി കൊടുക്കാം. പിന്നെ ഡൗൺ സൈഡ് ഒരുപാട് താഴെയെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലൊക്കെയാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഉള്ളത്. 23,800 റേഞ്ച്, 23,800 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് പോകാൻ പറ്റിയ. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഒരു ഏരിയ ക്രിയേറ്റ് ആയിട്ടില്ല. ഈ ഒരു ഏരിയയിലൊന്നും മാർക്കറ്റ് വന്നിട്ടില്ല. പിന്നെ ഇത് ലോ ആണ്, അതുകൊണ്ട് പിന്നെ അത് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ ഈ ഒരു ഏരിയ ഉള്ളൂ നിഫ്റ്റിയിലുള്ളത്. ഈ രണ്ട് അപ്പ് സൈഡിൽ ഏരിയ ഈ രണ്ടെണ്ണം, ഡൗൺ സൈഡ് ഇതും. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഡൗൺ സൈഡിലേക്കും ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്കായിരിക്കും ട്രേഡ് പരിഗണിക്കുക. ഈ രണ്ട് ഏരിയൻ്റെ സെൻറ്ററിലാണ് മാർക്കറ്റെങ്കിൽ അന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ ഏരിയ ലെവൽസ് ഒന്ന് നോക്കിയത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ പ്രീവിയസ് ഡേയിൽ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നല്ല റിയാക്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്ത് ചെയ്യാം, ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു IDX ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയ മാർക്ക് ചെയ്തേക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 52,577 എന്നുള്ള റേഞ്ചാണ്. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് പരിഗണിക്കാം. പിന്നീട് നമുക്ക് അപ്പ് സൈഡിലേക്കുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി ഇന്നലെ മാർക്ക് ചെയ്ത സെയിം ഏരിയ, പക്ഷേ മാർക്കറ്റ് ഈ ഒരു ഏരിയൻ്റെ താഴേക്ക് വന്നിട്ടില്ല. 51,944 ഈ ഒരു ഏരിയൻ്റെ താഴേക്ക് ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ അപ്പ് സൈഡ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഇതാണ്. ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ അപ്പ് സൈഡിലേക്കും, ഇതിൻ്റെ താഴേക്ക് വരികയാണെങ്കിലും 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഡൗൺ സൈഡിലേക്കും ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. ഇന്നത്തെ ദിവസം എക്സാക്ട്ലി ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയ തന്നെ സ്പെൻഡ് ചെയ്ത്, ഞാൻ പ്രതീക്ഷിച്ചു ട്രെൻഡ് ലൈൻ ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴെ വരുന്നു, പക്ഷേ വന്നിട്ടില്ല. ആ ഒരു ഏരിയ തന്നെ സ്പെൻഡ് ചെയ്ത് നിന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് നമുക്ക് നോക്കാം. ഇനി ഈ ഏരിയൻ്റെ സെൻട്രലായിട്ട് ആയിട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും, അന്നത്തെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയക്ക് അനുസരിച്ചായിരിക്കും ഞാൻ ട്രേഡ് എടുക്കാം. എനിവേ, താങ്ക് യു, ബൈ.